വിശദാംശങ്ങളിലേക്ക് പോകാം. കോഴിക്കോട്ട് നിന്ന് ഒരു വാർത്ത വരുന്നു. NITയിൽ വിദ്യാർത്ഥി കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചു. മുംബൈ സ്വദേശിയായ യോഗേശ്വർ നാഥാണ് മരിച്ചത്. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, എങ്ങനെയായിരുന്നു ഈ ഒരു അപകട മരണം? ഫിജി, മുംബൈ സ്വദേശിയായ യോഗേശ്വർ നാഥാണ് ഇന്ന് രാവിലെ 6 മണിക്ക് NITയിലെ കെട്ടിടത്തിൽ നിന്നും വീണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. യോഗേശ്വർ നാഥിൻ്റെ മരണം സംബന്ധിച്ച ദുരൂഹതകൾ നിൽക്കുകയാണ്. എങ്കിലും പോലീസിൻ്റെ ഒരു പ്രാഥമികമായ നിഗമനം എന്ന് പറയുന്നത് ഇത് ആത്മഹത്യയാണ് എന്നൊരു സംശയമാണ്. കാരണം യോഗേശ്വർ നാഥ് ഇന്ന് പുലർച്ചെ മുംബൈയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന കാര്യം വീട്ടുകാരോട് പറഞ്ഞിരുന്നു. അതിനുശേഷം ഈ വീട്ടുകാർ നേരെ കോഴിക്കോട് NIT അധികൃതരെ വിളിച്ച് വിവരമറിയിച്ചു. ഹോസ്റ്റൽ വാർഡൻ അടക്കമുള്ളവർ എത്തുമ്പോഴേക്കും ഈ കെട്ടിടത്തിൻ്റെ 3-ാം നിലയിൽ നിന്നും വീണ് മരിച്ച നിലയിലാണ് യോഗേശ്വർ നാഥിൻ്റെ മൃതദേഹം കാണപ്പെട്ടത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മൊർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയായിരുന്നു സംഭവം. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തും. പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ എന്താണ് കൃത്യമായ മരണകാരണം എന്ന് വ്യക്തമാവുകയുള്ളൂ. അങ്ങനെ ഇനി ആത്മഹത്യയാണെങ്കിൽ പോലും ആത്മഹത്യയിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഈ യുവാവ് സ്വയം ജീവനൊടുക്കിയതാണെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും അത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഫിജി.